മുത്തു ഇനി ഞങ്ങളുടെ എല്ലാം ആഗ്രഹമായി മുത്തു തന്നെ എഴുതുന്ന വരികൾ മുത്തുവിന്റെ ശബ്ദത്തിൽ കേൾക്കാൻ ഞങ്ങൾ ഇനി ആഗ്രഹിക്കുന്നു. സംഭവിക്കട്ടെ സംഭവിക്കട്ടെ അവസരം സംഭവിക്കട്ടെ. ഇത്രയൊക്കെ നമ്മൾ സന്തോഷത്തോടെ സംസാരിക്കുമ്പോഴും മലയാള സിനിമയിൽ ഒരു സിനിമാ നടി മുത്തുവിനെ അവഗണിച്ചു. അയ്യോ അതെന്താ മുത്തു കഥ? അവഗണിച്ചോ? അതാണ് എന്റെ ചോദ്യം. അവഗണിച്ചോ? അതാണ് എന്റെയും ചോദ്യം. അവഗണിച്ചോ എന്നുള്ളത്. അതായത് മുത്തുവിനൊരു മൊമെന്റോ ആ ഒരു ആർട്ടിസ്റ്റ് തരുമ്പം ഒരു പുച്ഛം, അല്ലെങ്കിൽ ഇവനൊക്കെ ഞാൻ കൊടുക്കണോ മൊമെന്റോ എന്നൊരു തോന്നൽ. എന്നെ പുച്ഛിക്കാൻ ഞാൻ ആരായിട്ടാ? ഞാൻ ആരുമല്ല. ആരായിരുന്നു നടി? സീരിയസ്ലി അത് മമത മോഹൻദാസ് ആണ്. പക്ഷേ അവര് സീരിയസ്ലി പുച്ഛിച്ചിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാനും അദ്ദേഹമായിട്ട് യാതൊരു പരിചയവുമില്ല, മുൻപരിചയവുമില്ല. അതിലൊരുപാട് കമന്റുകൾ വന്നു. ആ കമന്റിൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടൊരു കമന്റ്, ഇവർ തമ്മിൽ എന്തോ മുൻ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ ജന്മത്തിൽ വല്ലതും എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് എനിക്ക് പരിചയമില്ല, ഞാൻ മുൻപരിചയം എനിക്കില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഈ പ്രേംപാറ്റ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ആ ഒരു പടത്തിൻ്റെയും പ്രൊഡക്ഷൻ കമ്പനിയുടെയും ലോഞ്ചിന് വെച്ചിട്ടാണ്. അവിടെ മുമ്പിലെ സീറ്റിൽ ഇരിക്കുന്ന കണ്ടു. ഞാൻ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ആരാന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് മമത മാമ ആണ് എന്ന് മനസ്സിലായത്. അപ്പോൾ സ്റ്റേജിൽ മൊമെൻറ്റോ തരാൻ വേണ്ടി വിളിച്ചു. ഞാൻ പോയി വാങ്ങിയിട്ട് വന്നു. ഇത്രേ എനിക്കറിയുള്ളൂ. പക്ഷേ ഇതിന് വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് ക്യാമറ കണ്ണുകളിലൂടെ കണ്ടപ്പോൾ ജനങ്ങൾക്ക് എന്തോ തോന്നി. ജനങ്ങൾ തുറന്ന് പറയുകയും ചെയ്തു. അതെ, പറയുകയും ചെയ്തു. പക്ഷേ അവരേത് സിറ്റുവേഷനിലായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. കാരണം എന്നോട് വൈരാഗ്യം വരാൻ മാത്രം, അല്ലെങ്കിൽ എന്നോട് പുച്ഛം വരാൻ വേണ്ടി മാത്രം യാതൊരു പരിചയമില്ല. ഇപ്പം 4 വർഷമായിട്ട് കൊച്ചിയിൽ ഇങ്ങനെ രാത്രികളിൽ പാട്ട് പാടുന്നു, ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, ഒരു ടീമാകുന്നു. അവിടൊക്കെ അതിലൂടെയാണ് മുത്തു ഇന്ന് ഇവിടെ ഇരിക്കുന്നതല്ലേ. മുത്തുവിനെ പോലെ തന്നെ ഒരുപാട് പേരോട് അവസരം ചോദിച്ച് അല്ലെങ്കിൽ ഒന്നും കിട്ടാതെ അവിടെ കഴിവ് തെളിയിക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ടോ? ഉണ്ട്. അവസരങ്ങൾ ചോദിക്കുന്നവരുണ്ട്. ഓക്കെ. പക്ഷെ കൂടുതൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള അവസരം ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ ഇപ്പോൾ വിളിക്കുന്നത് എൻ്റെ കുറച്ച് ഞാൻ വന്നിട്ട് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഒരാളെ എഴുതാൻ വിളിക്കുമ്പോൾ നമ്മൾ ചെയ്യൂലേ. അപ്പോൾ മറ്റുള്ളവർക്ക് പാസ് ചെയ്യാനുള്ള ഇപ്പോൾ വേക്കൻസി ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലോട്ട് ഞാൻ എത്തുമ്പോൾ നമ്മൾ സഹായിക്കും തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ ഈ കമ്പോസിഷൻ നല്ല കമ്പോസിഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എഴുതും. അതിൽ പൈസ നോക്കുക അങ്ങനെയൊന്നുമില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പൈസ നോക്കാനാണ് എന്തോരം. അതെ, എന്നെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ജോലിക്ക് പോകാമായിരുന്നു. അതെ, ഇതിപ്പോൾ നല്ല കമ്പോസിഷനാണ്, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കാറുണ്ട്. അങ്ങനെയുള്ളവർ വളർന്നു വരട്ടെ അല്ലേ. തീർച്ചയായിട്ടും. എല്ലാവരും ലൈക്ക് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവർ എപ്പോഴും എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം. അതിനുള്ള സാഹചര്യം അവർക്കുണ്ടാകണം. ഒരുപക്ഷെ ഇന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പം നമ്മുടെ ഇപ്പം എൻ്റെ വീടെടുത്താലും മുത്തൂരി എടുത്ത് നമ്മുടെയൊക്കെ ഒരു ഉൾഗ്രാമമാണല്ലോ. അവിടെ ഉള്ളവർക്കൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? സിനിമാ മേഖല അല്ലെങ്കിൽ ഈ ഒരു പാട്ട് ഫീൽഡ്, അല്ലെ അവർക്ക് മനസ്സിലായി മുത്തു എന്തിനാ പോയെന്നുള്ളതെന്നൊക്കെ മനസ്സിലായി? അത് ഇതുവരെയും മനസ്സിലായിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഈ കൊച്ചിയിലേക്ക് മാറിയതാണ് ഒരു വലിയൊരു മാറ്റം. ഓക്കെ. കുറേ നാൾ കൂടുമ്പോഴേ വീട്ടിൽ പോകാറുള്ളൂ. സീരിയസ് സത്യം പറഞ്ഞാൽ വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ടാണ് പോകാത്തത്. നമുക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ടാണ് പോകാത്തത്. കാരണം പോയി വരാനൊരു ചിലവുണ്ട്. ഇവിടെ നിന്ന് അങ്ങ് വരെ പോണ്ടേ, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഇവിടെ എന്താണ് ചെയ്യുന്നത്, എന്താണ് പരിപാടി എന്നുള്ളതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു. പക്ഷേ ഈ തലവരയിലെ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടപ്പോഴാണ് ഇത് ഇയാളാണ് എഴുതിയതെന്നും ഇതിനു വേണ്ടിയാ ഇവൻ പോയത് അങ്ങനെ മനസ്സിലായത് ഇപ്പോഴാണ്, ഈ ഇടയ്ക്കാണ്. ഇനി ഒരുപാട് ആളുകൾ മനസ്സിലാവട്ടെ. ഈ ഒരു പാട്ടൊക്കെ എഴുതാൻ എത്ര സമയം എടുക്കും? ഒരു പാട്ട് എഴുതാൻ വേണ്ടി മാത്രം എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു പാട്ട്, ആ പാട്ട് മുഴുവനായിട്ട് പാടിക്കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റോളം വരും. ഓക്കെ. അത്രയും വലിയൊരു പാട്ട് ഒരു 48 മണിക്കൂർ എടുത്തിട്ടുണ്ട് ആ പാട്ടിന് വേണ്ടി മാത്രം. ഒരു പാട്ടിന് വേണ്ടി. അല്ലാതെ എല്ലാ പാട്ടുകളും ഒരു അരമണിക്കൂർ, 15 മിനിറ്റ്, അല്ലെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി എഴുതാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണെങ്കിൽ 15 മിനിറ്റിൽ കഴിയും. ഇപ്പോൾ ഒരു ടാസ്ക് തരുക, എന്നെപ്പറ്റി 2 വരി പാടണം. എഴുതണം. എഴുതി പാടണം. മുത്തു തന്നെ പാടണം. അജിനാരാ അറിയോ അവതാരാധരനു, അജിനാരാ അറിയോ അവതാരാധരനു, ചോദ്യമുനകൾ കൊണ്ടയും സ്നേഹചുംബനവും നൽകും,
ചോദ്യമുനകൾ കൊണ്ടെയ്യും സ്നേഹചുംബനവും നൽകും ചിരിയാലെ അലിവേറും അറിവുള്ളൊരു ഗ്രാഹീവൻ അജിനാര അറിയൂ അവതാരാധരനോ അജിനാര അറിയോ അവതാരാധരനോ. ഓ എടാ പൊന്നേ, ചെറിയ ഇതാണ് പെട്ടെന്നായതുകൊണ്ട്. എടാ, ഈ ഒരു സമയത്ത് ഇത്രയും എഴുതിയില്ലേ? അടിപൊളി കേട്ടോ. താങ്ക് യു. ഞാൻ ഇത് മാത്രം കട്ടെടുത്ത് റീലിടും. ആ പൊളിച്ചു.